Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി പേപ്പറാണ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അസൈൻമെന്റ് സപ്പോർട്ടും അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വരാൻ പോകുന്ന QT സബ്ജക്ട്സിന്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. തേർഡ് സെമസ്റ്ററിലെയും ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് 10 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 6 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നാം പിടിച്ചോ, സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ്. 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്. നിർബന്ധമായി നോക്കുക അതിൻ്റെ സ്റ്റേജസ്. അതുപോലെ തന്നെ അപ്രോച്ചസ് ഉണ്ട് ഇന്റർനാഷണലൈസേഷൻ്റെ, ഒരു 3-4 അപ്രോച്ചസ്, അതും നോക്കി വെക്കുക കേട്ടോ. പിന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗ്ലോബൽ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ്, ഡ്രൈവേഴ്സ്, സ്കോപ്പ്. SA ക്വസ്റ്റ്യനിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഗ്ലോബൽ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണവും 5 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ബേസിക്സ് ഞാൻ ഓൾറെഡി SAക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും പറയുന്നില്ല. ഫീച്ചേഴ്സ്, സിഗ്നിഫിക്കൻസ്, സ്കോപ്പ്, ഡ്രൈവേഴ്സ് അതിലെ SAക്കുള്ള ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതിലേതെങ്കിലും ചിലപ്പോൾ ഒരെണ്ണം 5 മാർക്കിനിലേക്കും വരാം. ഓക്കെ, അപ്പം ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രാഞ്ചൈസിങ് ആൻഡ് ലൈസൻസിങ് നിർബന്ധമായി നോക്കി വയ്ക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ആ ചാപ്റ്ററിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് എക്സ്പോർട്ടിങ്ങിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് എക്സ്പോർട്ടിങ്ങിൻ്റെ, പിന്നെ ഫാക്ടേഴ്സ് എക്സ്പോർട്ടിങ്ങിൻ്റെ ടൈപ്സ് നോക്കുക. പിന്നെ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്, അതും നോക്കി വയ്ക്കുക കേട്ടോ. അതാണ് മറ്റൊരു ചോദ്യം. ദെൻ മെർജേഴ്സ് എന്താണ്, ടൈപ്സ് ഓഫ് മെർജേഴ്സ് 5 മാർക്കിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലോട്ടാണ് കിടക്കുന്നത്. നെക്സ്റ്റ് പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽസ്. 5 ഫോഴ്സസ് നിർബന്ധമായും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്കിൾ പോർട്ടറുടെ 5 ഫോഴ്സസ് 5 മാർക്കിൻ്റെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിലുള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് നിർബന്ധമായും പഠിക്കുക. 5 മാർക്കിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് MNCനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ MNC പ്രതീക്ഷിക്കാം. ഇഷ്യൂസ് ഫേസ്ഡ് ബൈ MNCs നിർബന്ധമായി നോക്കുക. പിന്നെ MNCയുടെ ബെനഫിറ്റ്സ് നോക്കുക, ബെനഫിറ്റ്സ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പല ഫോംസ് ഉണ്ട്, അത് നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻസ് ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ഇത് 5 മാർക്കിൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ്. MNC എന്താണ് അതിൻ്റെ ബെനഫിറ്റ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. ചിലപ്പോൾ 2 എണ്ണം വരാം. ഓക്കെ, അതാണ് മറ്റൊരു ചോദ്യം. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ
FDI ആൻഡ് FPI നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ FDIയുടെ ടൈപ്സ് നോക്കി വയ്ക്കുക, പ്രതീക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ GATT ആൻഡ് WTO. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വാരിയസ് എഗ്രിമെൻറ്റ്സ് ഓഫ് WTO നിർബന്ധമായും പഠിക്കുക. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് ADBനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് ഫൈനലി ഒരു സജഷനും കൂടി നൽകുന്നു, ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ തിയറീസ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ തിയറീസ്. അതുപോലെ തന്നെ അതിലൊരു മറ്റൊരു ചോദ്യമാണ് ഷോർട്ട് നോട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വരാം, മെർക്കന്റലിസം എന്താണ്? നമുക്ക് ജസ്റ്റ് അതൊരു ഷോർട്ട് നോട്ടായിട്ട് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് പാർട്ട് ബിയിലെ 5 മാർക്സിൻ്റെ. അതിലേറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ആദ്യം നമ്പർ 1 സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ്, അതിൻ്റെ അപ്രോച്ചസ് നോക്കുക. ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ബേസിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീച്ചേഴ്സും ഫോംസ് ഡ്രൈവേഴ്സും ഒക്കെ നമുക്ക് എസ്സേക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത്. അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് 5 മാർക്കിലേക്ക് വരാം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രാഞ്ചൈസിങ് ആൻഡ് ലൈസൻസിങ് മറ്റൊരു ചോദ്യം. എക്സ്പോർട്ടിങ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ എക്സ്പോർട്ടിങ് മറ്റൊരു ചോദ്യം. ടൈപ്സ് ഓഫ് മെർജേഴ്സ്, ദെൻ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡലിൽ. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, പിന്നെ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ MNCs, പിന്നെ MNCയുടെ ബെനഫിറ്റ്സ്, ഫോംസ്, ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് അതിലേതെങ്കിലും ഒരെണ്ണം. ഡിഫറൻസ് ബിറ്റ്വീൻ FDI ആൻഡ് FPI, FDIയുടെ ടൈപ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ GATT ആൻഡ് WTO, വാരിയസ് എഗ്രിമെൻറ്റ്സ് ഓഫ് WTO, ADB എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ തിയറീസ്, മെർക്കന്റലിസം എന്താണ്. ഓക്കെ, അപ്പോൾ വലിയൊരു പേപ്പറിൽ എന്താണ് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് സജഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ആൻഡ് ഫൈനലി ഇത് നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ സജഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.